Good morning. Good morning, ma'am. Okay, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഒരു ചായ ഒക്കെ കുടിച്ചാ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചല്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചിരുന്നോ നിങ്ങള്? വായിച്ചു നോക്കിയോ എല്ലാവരും? വായിച്ചു. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ വായിച്ചപ്പോ? വായിക്കോ? എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഡെയിലി വായിക്കാം ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? നാബിന്റെ ഗൈഡ് ബുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് അതിനകത്ത് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 എന്തുണ്ട്? ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ നമ്മള് 4 കാറ്റഗറികളിലായിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, അതുപോലെ തന്നെ എക്സലൻസ് കാറ്റഗറി. അങ്ങനെ നമ്മൾ 4 കാറ്റഗറിയിലായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തത് അല്ലെ? പിന്നെ നമ്മൾ കണ്ടത് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് 100ഉം പഠിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, അതായത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളും പിന്നെ ആ ഒരു ഹോസ്പിറ്റൽ അഥവാ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ്, എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് ഉള്ളത്, ഒരു ഹോസ്പിറ്റലിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് മൂന്നാമത്തെ പോയിന്റ് ആണ് 3 വരെ, അതായത് ഒന്നാമത്തെ മാനുവൽസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് 3 ഫാക്ടറുകളാണ്: ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതൊക്കെയാണ് ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോള്. അത് ഈ പറയുന്ന 3 മാനുവലുകള് ഓരോ വർഷവും എന്ത് ചെയ്യണം? വിലയിരുത്തണം, അത് അപ്ഡേറ്റ് ചെയ്യണം അല്ലെ? പരിഷ്കരിക്കുകയും വേണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ആവശ്യം പാലിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മാനുവൽസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? കമ്മിറ്റീസ് അല്ലെ? അതിനകത്ത് 8 കമ്മിറ്റികൾ നമ്മൾ പറഞ്ഞു. അതിലൊരെണ്ണം അധികം ഫെമിലിയർ അല്ലാത്തത് കോഡ് ബ്ലൂ കമ്മിറ്റിയാണ്. അത് അറിയാലോ, അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കോഡ് ബ്ലൂ കമ്മിറ്റി. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ഒരു 6ാമത്തെ പോയിന്റ് വരെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? 6 അതെ, 6ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം മുൻകൂട്ടി ഞാൻ പറയാണ്, നമ്മുടെ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ ഒരു 32 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും, ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാര്യം ഇനി നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിനകത്ത് ഇതേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാര്യം ഇതെന്ന് പറയുന്നത് ഇതേ സംഭവങ്ങൾ തന്നെ ഈ 32 എന്താ പറയുക കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വരുന്നുണ്ട്. അതാണ് ആ ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ അതും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. രണ്ടിനും കൂടെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാന്. അപ്പൊ നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ 32 എണ്ണം ഉണ്ട് അല്ലെ? ആ പേര് പോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്, പെർഫോമിന്റെ ഇൻഡിക്കേറ്റർ ആണ് അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു പ്രകടനത്തിന്, ആ ഒരു പെർഫോമൻസിനെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സൂചകങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 32 എണ്ണം നിർബന്ധമായിട്ട് വേണം. അതിൽ 6 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഈ പോയിന്റ്സുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള പേജുകളിലൊക്കെ വരുന്നത് കേട്ടോ.
ഇതേ കാര്യങ്ങൾ തന്നെയാണ് അടുത്ത പേജുകളിൽ വരുന്നത്. അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും പഠിക്കാനൊന്നുമില്ല. അപ്പൊ ഈ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇൻപേഷ്യൻസ് ആണ്. അതായത് ഇൻപേഷ്യൻസിനെ എടുക്കുന്ന ആ ഒരു ഇനീഷ്യൽ എന്താണ് അസസ്മെന്റ് അല്ലെ, പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുത്ത സമയം ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ, ഡിസ്ചാർജിൽ എടുക്കുന്ന സമയം. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ അല്ലെ. പ്രഷർ അൾസർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ബെഡ് സോർ ആണ് കേട്ടോ. ഒരുപാട് കാലം ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ പൊട്ടി അത് പഴുക്കുക അല്ലെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവുന്ന ആ ഒരു അവസ്ഥയാണ് ബെഡ് സോർ എന്നാണ് പറയുക. ബെഡിൽ കിടക്കുന്നത് മൂലം വരുന്നൊരു രോഗാവസ്ഥയാണത്. അപ്പോ അങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ അൾസേഴ്സ് വരുന്നതിന്റെ ശതമാനം, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങള് അതൊരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. നമ്മൾ ഈ മോക്ക് ഡ്രിൽസ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റാൻഡേർഡിൽ നിന്നും കാണിക്കുന്ന വ്യതിയാനം എത്രത്തോളം ഉണ്ട്, സ്റ്റാൻഡേർഡിൽ നിന്നുമുള്ള വാരിയേഷൻസിന്റെ എണ്ണം. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? ലാബ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ജീവനക്കാര് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം, എത്രത്തോളം അവർ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നതിന്റെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അഡ്ഹിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ, പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. മോക്ക് ഡ്രിൽ റൂബി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തെങ്കിലും നമ്മൾ ദുരന്തമൊക്കെ ഉണ്ടാവുമല്ലോ, ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് അതിനൊരു പ്രിക്കോഷൻ എന്നോണം എടുക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മള് സ്കൂളുകളിലൊക്കെ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കുക, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവുന്നതാണ് അല്ലെ. നാച്ചുറൽ ഡിസാസ്റ്റർ, ഡെമോ, അതന്നെ ഡെമോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പൊ തീപിടുത്തം ഉണ്ടാവുമ്പോൾ രോഗികൾക്കൊന്നും അപകടം വരാതെ പെട്ടെന്ന് തന്നെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യണം, സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യണം അല്ലെ. അത് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങള് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ, ഒരു ഈ പറയുന്ന പോലെ മോഡലാണ്, ഒരു അതേ രീതിയിൽ ആ സംഭവം ആവിഷ്കരിച്ചിട്ട് അവര് ചെയ്തു നോക്കാണ് സുരക്ഷാ മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതാണ് മോക്ക് ഡ്രിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് വരിക, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് എടുക്കുന്ന മുൻകരുതലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മോക്ക് ഡ്രിൽ ചെയ്യുമ്പോൾ അവര് ഒരു നാബിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ ഒരു നിലവാരം അനുസരിച്ച് വേണം എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മള് സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നും എത്രത്തോളം വ്യതിയാനം വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? റൂബിക്ക് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ റൂബിക്ക്? ഓക്കെ, അടുത്തത് 6ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കേട്ടോ, അതും ക്ലിയർ അല്ലേ? അതായത് ഈ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാര് അവരുടെ സുരക്ഷാ മുൻകരുതലുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ ശതമാനമാണ് 6ാമത്തെ പോയിന്റ് കേട്ടോ, പെർസെന്റേജ് ഓഫ് ഫണ്ട്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. ഇത് പറഞ്ഞില്ലല്ലോ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എററിന് സാധ്യതയുള്ള, അതായത് എററിന് സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകൾ അല്ലെങ്കിൽ സിംബൽസ് ഒക്കെയുള്ള മെഡിക്കേഷൻസിന്റെ, അത്തരം മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, അതായത്
എററിന് സാധ്യതയുള്ള, ഓക്കെ, എററിന് സാധ്യത എന്ന് പറഞ്ഞ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള ചില ചുരുക്കെഴുത്തുകൾ അല്ലെങ്കിൽ പ്രതീകങ്ങളൊക്കെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ ഈ മെഡിക്കേഷൻ ചാർട്ടാണ്, അപ്പൊ മരുന്ന് കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോ MG എന്ന് എഴുതാന്ന് വിചാരിക്കുക. സ്മോൾ ലെറ്റർ M ഉണ്ട്, സ്മോൾ ലെറ്റർ G ഉണ്ട്. ഓക്കെ, MG എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലിഗ്രാം ആണ്, അല്ലെ? മില്ലിഗ്രാം ആണ്. അത് തന്നെ MG ക്യാപിറ്റൽ എമ്മും സ്മോൾ ജിയും എഴുതാണെങ്കിൽ അതും MG തന്നെയാണ്. പക്ഷെ അതെന്താണ്? അത് മെഗാഗ്രാം ആണ്. വ്യത്യാസം മനസ്സിലായോ പറഞ്ഞത്? അതായത് സ്മോൾ എമ്മും സ്മോൾ ജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര മില്ലിഗ്രാം, നമ്മളിപ്പോ ഇത്ര ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഇത്ര മില്ലിഗ്രാം, അല്ലെ? അതിന്റെ കണ്ടന്റ് അങ്ങനെ മില്ലിഗ്രാമിലല്ലേ നമ്മൾ പറയാ കണ്ടന്റ്, ഇത്ര മില്ലിഗ്രാം. അത് തന്നെ ക്യാപിറ്റൽ ലെറ്റർ എമ്മും സ്മോൾ ജി അതും MGയിലാണ് പറയാ, അല്ലെ? പക്ഷെ അതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എമ്മും സ്മോൾ ജി വന്നത് മെഗാഗ്രാം ആണ്. ഭയങ്കര വ്യത്യാസമുണ്ട്, അല്ലെ? മില്ലിഗ്രാമും മെഗാഗ്രാമും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരാള് മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ MG ഇപ്പൊ അത് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ വരുന്ന ചില എററുകളായിരിക്കാം. ഇപ്പൊ മില്ലിഗ്രാം എന്നുള്ളത് മെഗാഗ്രാം എന്നാണ് വായിക്കുന്നത്, രണ്ടും MG തന്നെയാണ്. അത് മെഗാഗ്രാം എന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിനനുസരിച്ചുള്ള ഡോസുള്ള മരുന്നുകൾ കൊടുക്കും, അല്ലെ? എന്തുണ്ടാവും? പേഷ്യൻസിന് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, എററിന് സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകൾ, ചില പ്രതീകങ്ങൾ, അങ്ങനെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. പിന്നെ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. QD നമ്മൾ അബ്രീവിയേഷൻ പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. സ്മോൾ ക്യൂവും സ്മോൾ ഡി. QD എന്ന് പറഞ്ഞ ശരിക്കും ഉദ്ദേശിക്കുന്ന ഡെയിലി എന്നുള്ള അർത്ഥമാണ്. ഒരു മരുന്ന് എടുക്കുമ്പോൾ QD, സ്മോൾ ക്യൂ സ്മോൾ ഡി എന്ന് ഇട്ട് കഴിഞ്ഞാൽ QD ഇട്ടാൽ ഡെയിലി എടുക്കേണ്ട മരുന്ന് എന്നാണ് അർത്ഥം. അത് തന്നെ Q/D ഇട്ടു എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ Q ആണ് കേട്ടോ. ക്യാപിറ്റൽ Q/ ക്യാപിറ്റൽ D ഇട്ട് കഴിഞ്ഞാൽ അതെന്താ വായിക്കുക? അതെന്താണെന്നറിയാം അർത്ഥം? 4 times a day എന്നർത്ഥം. അതായത് ദിവസത്തിൽ 4 പ്രാവശ്യം എന്നുള്ള അർത്ഥം. വ്യത്യാസമില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഒരു മരുന്ന് എടുക്കുന്ന സമയത്ത് QD എന്നുള്ളത് Q/D ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, രണ്ടും QD ഉണ്ടല്ലോ, ഒരു കൺഫ്യൂഷൻ വന്നാൽ ഡെയിലി എടുക്കേണ്ട മരുന്ന് ചിലപ്പോ ഒരു ദിവസം 4 പ്രാവശ്യം എടുക്കേണ്ട രീതിയിലൊക്കെ ചിലപ്പോൾ എടുത്തു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ആ പേഷ്യൻസിന് പല കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ മരുന്ന് ഓവർഡോസ് ആവാം, അല്ലെങ്കിൽ അണ്ടർ ഡോസ് ആവാം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വരുന്ന എറർ സാധ്യത, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ എറർ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില ചുരുക്കെഴുത്തുകള്, പ്രതീകങ്ങളൊക്കെയുള്ള എന്താണ് മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഒന്ന് വായിച്ചു നോക്കൂ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തതാണ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ MG എന്ന് വായിക്കുന്ന രണ്ടും MG തന്നെയാണ്. ഒരെണ്ണം മില്ലിഗ്രാമും ഒരെണ്ണം മെഗാഗ്രാമും ആണ്. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ എഴുതുന്നതല്ല, അത് ചിലപ്പോൾ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന തെറ്റായിട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള മരുന്നുകൾ നമ്മൾ എടുത്തു കൊടുക്കും. അത് ചിലപ്പോൾ രോഗിയുടെ ഓവർഡോസോ അണ്ടർഡോസിനൊക്കെ കാരണമാകും. അവർക്ക് വല്ല കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും, അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അങ്ങനെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഇനി അടുത്ത പോയിന്റ് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. ഇതാണ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. അതായത് പ്രതികൂല മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന എന്താണ് ഇൻപേഷ്യൻസിന്റെ ശതമാനം. നമ്മൾ ഫാർമസി പറഞ്ഞപ്പോ പറഞ്ഞതാണ്, അല്ലെ? എല്ലാ മരുന്നുകളും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ചിലവർക്ക് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? എല്ലാവർക്കും അല്ല, അത് ഓരോരുത്തരുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അത്തരത്തില് പ്രതികൂലമായിട്ട് മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പേഷ്യൻസ് എത്രത്തോളം ഉണ്ട്, അവരുടെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് ഇതിനകത്ത്. നമ്മൾ ഫാർമസി പറഞ്ഞപ്പോ പഠിച്ചത്, ചിലർക്ക് ചില മരുന്ന് കഴിക്കുമ്പോൾ അലർജി വരെയോ അല്ലെങ്കിൽ ഒരു ഷിവറിങ് വരെയോ അങ്ങനെയൊക്കെ വരാം സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ് കേട്ടോ. അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഇൻപേഷ്യൻസിന്റെ, കിടപ്പ് രോഗികളുടെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഉടനെ പറയണോ കേട്ടോ, കാരണം ഇതേ പോയിന്റുകൾ തന്നെ അടുത്തത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ.
അവ നോക്കുക, അത് വളരെ ഇമ്പോർട്ടന്റും ആണ്, അതുകൊണ്ടാണ് മനസ്സിലായി പറയുന്നത് പറഞ്ഞത്. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. അതാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ് അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള അൺപ്ലാനഡ് ആയിട്ടുള്ള റിട്ടേൺ, അൺപ്ലാനഡ് ആയിട്ട് എന്താണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള തിരിച്ചുപോക്ക്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യമായിട്ട് ഒരു സർജറി കഴിഞ്ഞു, ഒരു ഇനീഷ്യൽ സർജറി കഴിഞ്ഞിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു 48 മണിക്കൂറിനകം വീണ്ടും രണ്ടാമതൊരു സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. അതെന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ആദ്യത്തെ സർജറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെ. ആദ്യത്തെ സർജറി ചിലപ്പോൾ ചെയ്തത് ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നത് മൂലം രണ്ടാമത് വീണ്ടും എന്ത് ചെയ്യാണ്, ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടക്കി വിടാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ല ആ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള, അതാണ് പെർസെന്റേജ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. അൺപ്ലാനഡ് ആണ്, അതായത് ആസൂത്രിതമാണ് അല്ലാതെ, അത് വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഇനീഷ്യൽ സർജറി കഴിഞ്ഞ പേഷ്യന്റ് ആണ്, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും ആദ്യത്തെ സർജറിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ മൂലം രണ്ടാമത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി? ഇതെല്ലാം തന്നെ ക്വാളിറ്റീനെ മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ആ പേഷ്യന്റിന്റെ സേഫ്റ്റി കുറവാണ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കെയർ ക്വാളിറ്റി കുറവാണെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതെല്ലാം തന്നെ എന്താണ്, പെർഫോമൻസ് ക്വാളിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചനകളാണ്. ഇതിന്റെ ശതമാനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നല്ല സേവനം അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി എത്രത്തോളം ഉറപ്പാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനീഷ്യൽ സർജറി കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ്, രണ്ടാമതൊരു സർജറിക്ക് വേണ്ടി അയാളെ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു കാര്യമല്ല അല്ലെ. അങ്ങനെയുള്ളതിന്റെ ശതമാനം ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? ഒന്ന് തമ്പടിച്ചാൽ മതി കേട്ടോ, തമ്പെങ്കിലും നിങ്ങൾ ഇടണേ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. അടുത്തതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താണ് നിയർ മിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിയർ മിസ്സസ് വേറൊന്നുമല്ല, അതായത് നമ്മൾ ഹോസ്പിറ്റലില് രോഗിക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയം, വൈദ്യപരിചരണം കൊടുക്കുന്ന സമയത്ത് ആ വൈദ്യപരിചരണത്തിൽ വരുന്ന എന്തെങ്കിലും പെശകാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളാവാം. പക്ഷേ ഭാഗ്യവശാൽ എന്താണ്, രോഗിക്ക് ദോഷമൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള കേസ് ഉണ്ടാവില്ലേ? തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതാണ് നിയർ മിസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു രോഗിക്ക് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, വൈദ്യപരിചരണം കൊടുക്കുന്ന സമയത്ത് വരുന്ന എന്തെങ്കിലും പിശകുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളാവാം. പക്ഷെ ഭാഗ്യവശാല് എന്താണ്, ആ രോഗിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും വരുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒരു സർജറിക്ക് ഒരു പേഷ്യന്റിനെ കയറ്റിയേക്കാണ്. അയാളുടെ റിസ്റ്റിന്റെ ഭാഗത്താണ് സർജറി ചെയ്യേണ്ടത്. നമ്മുടെ കൈത്തണ്ട ഉണ്ടല്ലോ, റിസ്റ്റിന്റെ ഭാഗത്താണ് സർജറി ചെയ്യേണ്ടത്. ഡോക്ടർ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് സർജറി ചെയ്യാനുള്ള ആ ഒരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഡോക്ടർ ചെയ്യാണ്. ഡോക്ടർ ശ്രദ്ധിക്കുന്നില്ല, കാരണം റിസ്റ്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട സർജറിയാണ്. ഡോക്ടർ എന്ത് ചെയ്യാണ്, ഷോൾഡറിന്റെ ഭാഗത്ത് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താണ്, ഓപ്പറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താണ്. ഭാഗ്യവശാല് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന അനസ്തേഷ്യോളജിസ്റ്റ് അത് നോട്ടീസ് ചെയ്യുകയും ആ ഒരു ഡോക്ടറിനെ അലർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്കി, അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു എററാണ് അല്ലെ. പക്ഷെ ഭാഗ്യവശാൽ എന്താണ്, രോഗിക്ക് വേറെ ദോഷമൊന്നും വന്നില്ല. ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ മനസ്സിലായല്ലോ നിയർ മിസ്സസ് എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. തെറ്റായ സ്ഥലത്ത് ചിലപ്പോൾ നെഞ്ചിൽ ചെയ്യേണ്ട സർജറി കൊണ്ട് വയറിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പൊ അത് അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഭാഗ്യവശാൽ അവിടെ രോഗിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ആണ്. അടുത്ത് വരെ വന്ന പ്രശ്നമാണ്, പക്ഷെ എങ്ങനെയോ അത് മാറിപ്പോയി, രോഗിക്ക് വേറെ പ്രശ്നമൊന്നും വന്നില്ല. ഓക്കെ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, ഇത് കഴിഞ്ഞു. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ, കാര്യം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അന്നേരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഇനി ക്വാളിറ്റി മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ഇതേ സെയിം കാര്യങ്ങൾ അതിലും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു പോയാൽ അവിടെ പഠിക്കാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ നോക്കാം, പെർസെന്റേജ് ചെയ്യാം.
നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മള് ഒരു രോഗിക്ക് വൈദ്യപരിചരണം കൊടുക്കുന്ന സമയത്ത് വരുന്ന എന്തെങ്കിലും തെറ്റുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളാവാം. പക്ഷെ ഭാഗ്യവശാൽ അത് രോഗിക്ക് യാതൊരു വിധത്തിലും ദോഷം വരുത്തുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിള്, സർജറിക്ക് കയറ്റിയ ഒരു പേഷ്യന്റ് അയാളുടെ റിസ്റ്റിലാണ്, കൈത്തണ്ടയിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യാണ്, ഷോൾഡറിന്റെ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. ഓക്കെ, അപ്പൊ ഭാഗ്യത്തിന് അവിടെ അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ട്. കാര്യം അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ സർജറി ചെയ്യുന്നത്. അനസ്തേഷ്യോളജിസ്റ്റ് ആ ഒരു പ്രശ്നം എന്താണ് നോട്ടീസ് ചെയ്യാണ്, ശ്രദ്ധിച്ചിട്ട് ഡോക്ടറെ അറിയിക്കുകയാണ്. ഡോക്ടറെ എവിടെയല്ല ചെയ്യേണ്ടത്, റിസ്റ്റിലാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, റിസ്റ്റിലല്ല ഷോൾഡറിലാണ് ചെയ്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു, ആ പേഷ്യന്റിന് പ്രശ്നം വരില്ലേ? അപ്പൊ അങ്ങനെ അടുത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങളാവാം. പക്ഷെ ഭാഗ്യവശാൽ എന്താണ്, രോഗിക്ക് വേറെ ദോഷമൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള കേസുകൾ കേട്ടോ. അതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സുഷിക ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിയുടെ ശരിയായിട്ടുള്ള സമ്മതമില്ലാത്തത്, അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. രോഗിയുടെ സമ്മതമില്ലാതെ അവരെ യാതൊരു വിധത്തിലുള്ള പരിശോധനയ്ക്കോ സർജറിക്കോ ഒന്നും വിധേയമാക്കാൻ പാടില്ല, അല്ലെ. അവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതം വേണം. പിന്നെ നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു, അല്ലെ, അവരുടെ സ്വകാര്യതയെ മാനിക്കണം, അല്ലെ. ഒരു പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അവകാശമാണ്. അപ്പൊ അത്തരത്തില് ഇംപ്രോപ്പർ കൺസെന്റ് എന്നാണ് പറയുന്നത്. അതായത് രോഗിയുടെ ശരിയായിട്ടുള്ള സമ്മതമില്ലാതെ ചെയ്യുന്ന വല്ല മെഡിക്കൽ പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ വല്ല ട്രീറ്റ്മെന്റോ സർജറികളോ പരിശോധനകളോ എന്ത് വേണമെങ്കിലാവാം. അങ്ങനെയുള്ള കേസുകൾ. അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് എന്ന് വെച്ചാൽ പൂർണ്ണമല്ലാത്തത്, അല്ലെ, അപൂർണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളുടെയൊക്കെ ശതമാനം. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. രോഗിയുടെ സമ്മതമില്ലാതെ ചെയ്യുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റുകളോ പ്രൊസീജിയറുകളോ അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ അപൂർണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്. ഓരോ പേഷ്യന്റിന്റെയും മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. മനസ്സിലായോ? അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അപൂർണമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ അതിന്റെയൊക്കെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. ഇനി അടുത്തതാണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, അല്ലെ. ബ്ലഡില് ഒരു ഡോണറിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ പല ടെസ്റ്റുകളൊക്കെ ചെയ്യും, അല്ലെ. ടെസ്റ്റ് നോക്കും, ഗ്രൂപ്പിംഗ് നോക്കും, RH ഫാക്ടർ നോക്കും, മറ്റെന്തെങ്കിലും ബ്ലഡിലൂടെ വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ നടത്തുന്നത്, അല്ലെ. അപ്പൊ ഈ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് ഇപ്പൊ എന്റെ ബോഡിയിലേക്ക് വേറൊരാളുടെ ബ്ലഡ് വരുന്ന സമയത്ത് എന്റേതല്ലാത്ത ബ്ലഡ് ആണ് വരുന്നത്, അല്ലെ. അപ്പൊ കാര്യം ഗ്രൂപ്പൊക്കെ ഓക്കെയാണ്, എങ്കിൽ കൂടിയും എന്താണ്, ഒരു എന്റേതല്ലാത്ത ഒരു ഫോറിൻ ബ്ലഡ് എന്റെ ശരീരത്തിലോട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും എന്റെ ശരീരത്തിന് അതിന് ചെറിയൊരു റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെ. ചിലപ്പോൾ വല്ല ഷിവറിങ് വരാം, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടാം, മറ്റെന്തെങ്കിലും വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഓക്കാനം വരെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ആണ് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റഡ് ആയിക്കോളും. പക്ഷെ അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ ഒക്കെ ശതമാനം, ഓക്കെ, അതാണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. അത് തന്നെ ശ്രീലക്ഷ്മി, ബോഡി റിയാക്ട് ചെയ്യും. ഓക്കെ, ആ ബോഡി റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ പല രീതിയിലാവും. ചിലവർക്ക് വല്ല ബുദ്ധിമുട്ട്, ഷിവറിങ് വരിക, തലവേദന വരിക, ഫീവർ വരിക, വോമിറ്റിംഗ് വരിക, നോസിയ വരാം, ഓക്കാനം വരാം, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതൊക്കെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളാണ് കേട്ടോ. അത്തരം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളുടെയൊക്കെ ശതമാനം അത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. മനസ്സിലായില്ല? ഇതാണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി പറയുന്നത് എന്താന്ന് വെച്ചാല് പെർസെന്റേജ് ഓഫ് കേസസ് who received the suitable prophylactic antibiotics within the specified time frame. എന്നോട് വായിക്കാണ്. Percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതായത് ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എടുക്കുന്ന രോഗികളുടെ ശതമാനം.
ഓക്കെ, പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എടുക്കുന്ന രോഗികളുടെ ശതമാനം. അപ്പൊ എന്താണ് ഈ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്? അത് വേറൊന്നുമല്ല, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട്, ഓക്കെ, സർജറി ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു സർജറിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രോഗികൾക്ക് കൊടുക്കുന്ന, രോഗികളിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിസിൻസ് ആണ് കേട്ടോ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സർജറിക്ക് മുൻപായിട്ട് രോഗിക്ക് കൊടുക്കുന്ന മരുന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? സർജറിയുടെ റിസ്ക് കുറയ്ക്കാനായിട്ട്. സർജറി കഴിഞ്ഞതിന് ശേഷം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാലോ, ഈ പറഞ്ഞ സർജറി കഴിഞ്ഞ സ്ഥലത്തൊക്കെ വല്ല അണുബാധയൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർജറിക്ക് മുന്നോടിയായിട്ട് മുൻപ് തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകൾ, അതാണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ സ്വീകരിച്ചിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അത്തരം കേസുകളുടെ ശതമാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് കേസസ് who received the suitable prophylactic antibiotics within the specified time frame. ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സർജറിക്ക് മുമ്പായിട്ട് അതിന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നാണ് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെടുക്കുന്ന കേസുകളുടെ ശതമാനം. കാര്യം നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലെ, സർജറി കഴിഞ്ഞിട്ട് അവിടെ അണുബാധയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് മുൻകൂട്ടി തന്നെ ഇങ്ങനെ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത്. അത് ശരിക്കും ആ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കേസുകൾ കുറെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ രോഗിയുടെ സേഫ്റ്റി അത്രയും നോക്കിയിട്ടാണ് ആ ഹോസ്പിറ്റൽ അവിടെ സർജറി മറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ അത്രയും നല്ല ക്വാളിറ്റി സേവനമായിരിക്കും. അങ്ങനെയാണ് ഓരോ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് അവര് മെഷർ ചെയ്യുന്നത്. അതിന്റെ ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ അവര് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്നാമത്തെ പോയിന്റ് ആണ് പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. Adhered എന്ന വാക്കിന്റെ അർത്ഥം പാലിക്കുക എന്നാണ് കേട്ടോ, പാലിക്കുക എന്നാണ്. ഒന്നുകൂടെ വായിക്കാം. Percentage of surgeries where the organization's procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. അല്ലെ, അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനില് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. റോങ് സൈറ്റ് സർജറി, തെറ്റായ സ്ഥലത്ത് സർജറി ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നെഞ്ചിൽ ചെയ്യേണ്ട സർജറി ചിലപ്പോ വയറിനകത്ത് ചെയ്യും, അല്ലെങ്കിൽ വയറിനകത്ത് ചെയ്യേണ്ട സർജറി ചിലപ്പോ കാതിൽ പോയി ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ച കേസുകളുണ്ട്. അപ്പൊ റോങ് സൈറ്റ് ആയിട്ട് സർജറി ചെയ്യാം. അതുപോലെ റോങ് പേഷ്യന്റ്, തെറ്റായിട്ടുള്ള പേഷ്യൻസ്, തെറ്റായ പേഷ്യൻസ് എന്ന് വെച്ചാൽ പേഷ്യന്റ് മാറിപ്പോവുക. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. പേഷ്യന്റ് മാറിയിട്ട് ഇപ്പൊ ഒരേ പേരിലൊക്കെ പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒരാൾക്ക് കാലിൽ ചെയ്യേണ്ട സർജറി ആയിരിക്കും, മറ്റേയാൾക്ക് വയറിൽ ചെയ്യേണ്ടതാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. ഓക്കെ, തെറ്റായിട്ടുള്ള രോഗികൾ മാറിയിട്ട് സർജറി ചെയ്യുക, അങ്ങനെയുള്ള കേസുകൾ. അതുപോലെ തന്നെ റോങ് സർജറി എന്ന് വെച്ചാൽ തെറ്റായിട്ട് തന്നെ ചെയ്യാം. സർജറി തെറ്റായ രീതിയിൽ സർജിക്കൽ പ്രൊസീജിയറിലൂടെയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ എന്താ പറയാ പ്രതിരോധിച്ചുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എത്രത്തോളം സർജറികൾ ആ ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട്, ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്, അതിന്റെ ശതമാനമാണ്. ചുരുക്കി പറഞ്ഞ എന്താണ്? ഏറ്റവും സേഫ് ആയിട്ട് നടന്ന സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സേഫ് ആയിട്ട് നടന്ന സർജറികളുടെ ശതമാനം. എല്ലാ സർജറികളും ഏറ്റവും സേഫ് ആയിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. പക്ഷെ എന്തെങ്കിലും കേസുകളിൽ ഇങ്ങനെയൊക്കെ വരാം അല്ലെ, ഒന്നോ രണ്ടെണ്ണോ ഒക്കെ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അത്തരം കേസുകൾ ഒന്നും വരാതെ അതിനെല്ലാം പ്രിവെന്റ് ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള സർജറികൾ സേഫ് ആയിട്ട്, ചുരുക്കി പറഞ്ഞ എന്താണ് അത്രയും നീട്ടിവരിച്ച് പറയേണ്ടത്, സേഫ് ആയിട്ട് നടന്ന സർജറികളുടെ ശതമാനം ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചേ. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent hostile events. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേഞ്ചറസ് എന്നാണ് കേട്ടോ, അപകടം ഉണ്ടാക്കുന്ന, ഹാംഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയാ? ലൈക്ക് റോങ് സൈറ്റ് സർജറി ആവാം, റോങ് പേഷ്യന്റ് സർജറി ആവാം, അതുപോലെ റോങ് സർജറി ഹാവ് ബീൻ അഡ്ഹിയർഡ് ടു. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയുള്ള കേസുകൾ കേട്ടോ, അത്തരം സേഫ് ആയിട്ട് നടന്ന സർജറികളുടെ ശതമാനം. അതെ, അത്രയും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇത്രയും നീട്ടി വലിച്ച് പറയണ്ട. സേഫ് ആയിട്ട് നടന്നിട്ടുള്ള സർജറിയുടെ ശതമാനം മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ,
അടുത്ത എന്താണ്? മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും. ഈ പറയുന്ന മെഡിസിൻസിലൊക്കെ വരുന്ന എററുകൾ അല്ലെ, എറർ റേറ്റ് ആണ്, എറർ നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കേഷന് വരുന്ന എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫാർമസി പഠിച്ച ആൾക്കാർ അല്ലെ, നമുക്കറിയാം മെഡിസിൻസ് വരുമ്പോൾ ചിലപ്പോ ചില മെഡിസിൻസ് ഹോസ്പിറ്റലിൽ തന്നെ മാനുഫാക്ചർ ചെയ്യും, മറ്റേത് നമ്മൾ എന്ത് ചെയ്യും, ബൾക്കായിട്ട് ഏതെങ്കിലും ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരും അല്ലെ, ഏതെങ്കിലും കമ്പനിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്ന മരുന്നുകളിൽ ചിലപ്പോ വന്നു കഴിയുമ്പോൾ മരുന്നുകൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉണ്ടായിരിക്കാം അല്ലെ. അത് തന്നെ എക്സ്പയർഡ് മരുന്നുകൾ ഉണ്ടാവും, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും, ചിലപ്പോൾ ബാൻ ചെയ്ത മരുന്നുകൾ വരെ കയറി വരാം അല്ലെ. അതൊക്കെ ഓരോ എററുകളാണ്. അത് മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്ന എന്താ പറയാ കണ്ടന്റുകൾ വേണ്ടത്ര അളവിൽ ചിലപ്പോ ഓരോ കണ്ടന്റുകളും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാര്യം നമ്മള് ഫാർമസിയിൽ പഠിച്ചു അല്ലെ, ഈ വരുന്ന മെഡിസിൻ അങ്ങനെ തന്നെ നമ്മൾ വിതരണം ചെയ്യില്ല, കുറെ ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാ സ്റ്റാൻഡേർഡ്സും ഒക്കെ ആയിട്ട് നമ്മൾ അത് വിതരണം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് കണ്ടന്റ് ഒക്കെ വേണ്ടത്ര അളവിലില്ലെങ്കിൽ അതൊക്കെ എന്താണ്, ആ മെഡിക്കേഷൻസിൽ വരുന്ന എററുകളാണ് കേട്ടോ. മനസ്സിലായതാണ്. അങ്ങനെ വരുന്ന മെഡിക്കേഷൻ എറർ റേറ്റ് ആണ്, നിരക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായാലും എന്ത് വേണമെങ്കിലും ആവാം, എക്സ്പയർഡ് മരുന്നുകളാവാം, ബാൻ ചെയ്ത മരുന്നുകളാവാം, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളായിരിക്കാം, വേണ്ടത്ര അളവില് പറഞ്ഞ കണ്ടന്റുകൾ ഇല്ലാത്ത മരുന്നുകളാവാം. അപ്പൊ അതൊക്കെ എന്താ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെയുള്ള മെഡിക്കേഷൻ എറർ റേറ്റ് എത്രത്തോളം അങ്ങനത്തെ മരുന്നുകൾ അവിടെ ഉണ്ട് അതിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിനെ മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു തരത്തിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് രീതിയിൽ മെഷർ ചെയ്യുന്നുണ്ട്, അതിനുള്ള സൂചകമാണിത്. ഓക്കെ, അടുത്തതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, സർജറിക്ക് ശേഷം വരുന്ന ഇൻഫെക്ഷന്റെ നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്താണ്, ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പോ എങ്കിൽ കൂടി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരുന്ന കേസുകളുടെ ശതമാനം അവർ നോക്കും. ശരിക്കും പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് അവിടെ അണുബാധ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, മിക്കവാറും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അത് ക്വാളിറ്റീനെ മെഷർ ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അതിന്റെ നിരക്ക് കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ശതമാനം. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ഓക്കെ, എന്താണ് ICUവിലുള്ള മരണനിരക്കാണ് കേട്ടോ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICUവിൽ വരുന്ന മരണനിരക്ക്. ചിലർ ICUവിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന രോഗികളുണ്ട്. ICU എന്ന് പറയുമ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികളെയാണല്ലോ അതന്നെ. അപ്പൊ അവിടെ നടക്കുന്ന മരണനിരക്ക് അതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. നമ്മൾ നേരത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിട്ടേൺ പോകണമെന്ന് പറഞ്ഞില്ല, അതുപോലെ ഒരു കേസാണ് കേട്ടോ ഈ പറയുന്നത്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയും മനസ്സിലാവും. ഒരാള് വയറുവേദനയായിട്ട് എവിടേക്ക് വരികയാണ്, കാഷ്വാലിറ്റി. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അത്യാഹിത വിഭാഗമാണ് കേട്ടോ. കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്. അവർക്ക് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, ജസ്റ്റ് അവരെ ഒന്ന് പരിശോധിച്ചു, അവർക്ക് എന്തൊക്കെയോ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു, വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു, ഓക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 72 മണിക്കൂറുകൾക്ക് ശേഷം ഇതേ സെയിം വയറുവേദന പ്രശ്നങ്ങളായിട്ട് അയാൾ തിരിച്ചെങ്ങോട്ട് തന്നെ വരികയാണ്, കാഷ്വാലിറ്റിയിലോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ ശതമാനം, ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞ വയറുവേദന കേട്ടോ. അതായത് ശരിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, ആദ്യം കൊടുത്ത ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് പ്രോപ്പർ അല്ലായിരിക്കും, അല്ലെങ്കിൽ ആദ്യം നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ രോഗനിർണയം കറക്റ്റ് അല്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത മരുന്നുകൾ കറക്റ്റ് അല്ലായിരിക്കും. അത് എന്ത് വേണമെങ്കിലും ആവാലോ. ആ ഒരു കാരണം കൊണ്ട് എന്താണ് തിരിച്ച് വീണ്ടും അതേ ഇഷ്യൂ ആയിട്ട് തന്നെ ആ ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന സാഹചര്യം. അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സെയിം കംപ്ലൈന്റ് ആയിട്ട് തന്നെ, അതേ വയറുവേദനയായിട്ട് തന്നെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സെയിം കംപ്ലൈന്റ് ആയിട്ട് തന്നെ എവിടേക്ക് വരികയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. അത്തരം കേസുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് catheter related urinary tract infection rate കേട്ടോ. catheter related urinary tract infection rate. സംഭവം എന്താണെന്ന് അറിയോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ.
കത്തീറ്റർ അറിയാലോ, ട്യൂബ് അല്ലെ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണത് അല്ലെ. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ റേറ്റ് കേട്ടോ, ശതമാനം. അത് കൂടുതലൊന്നും പറയാനില്ല. അതെ സാധ്യത. എന്താണ് കത്തീറ്റർ? ടൈനി ട്യൂബ് ആണ് കേട്ടോ. അങ്ങനെ വരുന്ന കേസുകളുടെ ശതമാനം അവർ എടുക്കുന്നുണ്ട്. പിന്നെ വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ന്യൂമോണിയ ശതമാനം കേട്ടോ. ന്യൂമോണിയ വരും. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തീരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് മറ്റൊരു മെഷീന്റെ സഹായം ഇല്ലാതെ അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പൊ നമ്മള് വെന്റിലേഷന് വേണ്ടിയിട്ട് നല്ലൊരു ട്യൂബ്, ഇൻക്യുബേഷൻ എന്ന് പറയും, ആ ട്യൂബ് അവരുടെ ട്രക്കിയിലോട്ട്, അവരുടെ ശ്വാസനാളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടും. അങ്ങനെയാണ് അവർ ശ്വസിക്കുന്നത്. വേറൊരു മെഷീന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവിടെ ബ്രീത്തിങ് നടക്കുന്നത്. ഓക്കെ, അതിൽ ആ ട്യൂബിലൂടെയൊക്കെ എന്ത് വരാം? ഇൻഫെക്ഷൻ വരാം. നേരെ പോകുന്ന ശ്വാസകോശത്തിലോട്ടാണല്ലോ, ട്രക്കിയൽ ട്യൂബിലോട്ടാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ട്യൂബിലൂടെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ശ്വാസകോശത്തിൽ നിന്ന് ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകൾ കേട്ടോ. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമോണിയയുടെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കൂ, സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. അപ്പൊ എന്താണ് ഈ സെൻട്രൽ ലൈൻ? സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല കേട്ടോ, കത്തീറ്റർ എന്താണ്? കത്തീറ്റർ തന്നെയാണ് കേട്ടോ, കത്തീറ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദ കത്തീറ്റർ പ്ലേസ്ഡ് ഇൻടു ദ ലാർജ് വെയിൻ ട്ടോ. നമ്മുടെ ലാർജ് വെയിനിലോട്ട് പ്ലേസ് ചെയ്യുന്ന, എന്താണ്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നില്ലേ? ഇനി ഇഷ്യൂസ് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നോക്കൂ, കത്തീറ്റർ റിലേറ്റഡ്. ജസ്മിനി ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് ഇരിക്കാൻ നോക്കട്ടോ. അപ്പോ അവിടെ ജസ്മിനിക്ക് മാത്രം വരുന്ന പ്രോബ്ലം തോന്നുന്നു, ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തൊന്നും ഇരിക്കട്ടോ, അതായിരിക്കും റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പൊ നോക്കട്ടോ, സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, കത്തീറ്റർ തന്നെയാണ് കേട്ടോ. കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ ട്ടോ. നമ്മുടെ ലാർജ് വെയിനിലോട്ട്, പ്രത്യേകിച്ച് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, നമ്മുടെ ചെസ്റ്റ്, അതുപോലെ നമ്മുടെ കൈയുടെ ഭാഗത്തൊക്കെയുള്ള ലാർജ് വെയിനിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു ട്യൂബ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. സെൻട്രൽ ലൈൻ വേറെ നത്തിങ് ഇസ് കത്തീറ്റർ. കത്തീറ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്താണ്? കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ടു ദ ലാർജ് വെയിൻ ആണ് കേട്ടോ. ഏറ്റവും വലിയ വെയിനിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു കത്തീറ്ററിനെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ആയിട്ട് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, ഇങ്ങനെ കത്തീറ്റേഴ്സ് ഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെ ബാക്ടീരിയ, വൈറസ് ഒക്കെ കയറിയിട്ട് അത് ബ്ലഡിലേക്ക് കലർന്ന് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ അല്ലെ, രക്തത്തിലേക്ക് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഡയാലിസിസിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എ വി ഫിസ്റ്റുല, എ വി ഗ്രാഫ്റ്റ്, എ വി കത്തീറ്റർ പഠിച്ചത് ഓർമ്മയില്ല? കത്തീറ്ററിന്റെ കാര്യം പറഞ്ഞില്ലേ, നെക്കിന്റെ ഭാഗത്ത് ഒരു കത്തീറ്റർ ഘടിപ്പിക്കും. ഫിസ്റ്റുലും ഗ്രാഫ്റ്റും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നെക്കിന്റെ ഭാഗത്ത് കത്തീറ്റർ ഘടിപ്പിച്ചിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു ഭയങ്കര ഇൻഫെക്ഷൻ ഉള്ള സാധ്യത ഉണ്ടെന്ന്. അതൊക്കെ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അതിനകത്ത് നമ്മൾ പറഞ്ഞില്ല, ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് താൽക്കാലികമായിട്ട് ചെയ്യുന്നതാണ്, എത്രയും പെട്ടെന്ന് ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള നടപടിയൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഓർത്താൽ മതി കേട്ടോ. സെൻട്രൽ ലൈൻ എന്താണെന്നാണ് കൺഫ്യൂഷൻ വരാം. അത് വേറെ ഒന്നുമല്ല, കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ടു ദ ലാർജ് വെയിൻ ആണ് കേട്ടോ. അപ്പൊ അത്തരം സെൻട്രൽ ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ശതമാനം. അടുത്തത് എന്താണ്? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഈ കംപ്ലൈൻസ് അത് പരാതിയല്ല കേട്ടോ, അത് പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. ചിലപ്പോ ഒരേപോലെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. കംപ്ലൈൻസ് എന്ന് പറയുന്നത്, കംപ്ലൈന്റ് എന്ന് പറയുന്നത് രണ്ടാണ് കേട്ടോ. ഈ കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മറ്റേത് പരാതി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് മാറിപ്പോകരുത്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്നാണ്. അതായത് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്കാണ്. നമ്മൾക്കറിയാലോ, ഹാൻഡ് വാഷിംഗിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടുത്തെ ജീവനക്കാരും എല്ലാവരും ചെയ്യണം, ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഹാൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇനീഷ്യൽ പ്രിവെൻഷൻ മെത്തേഡ് ആണെന്ന് നമ്മൾ പഠിച്ചത് അല്ലെ. രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും ഇനീഷ്യൽ പ്രിവെൻഷൻ മെത്തേഡ് ആണ്, ഒരു ചെലവില്ലാത്ത മെത്തേഡാണ് ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ ശതമാനം അഥവാ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നോക്ക്, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഈ സർജറികള്
റീഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ ശതമാനം. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു രോഗിക്ക് നിശ്ചയിച്ചിട്ടുള്ള സർജറി ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പൊ ഡോക്ടർക്ക് അന്ന് എന്തെങ്കിലും എമർജൻസി വന്നു, അല്ലെങ്കിൽ ഡോക്ടർക്ക് വരാനായിട്ട് സാധിച്ചില്ല, മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് റീഷെഡ്യൂൾ ചെയ്യപ്പെടും അല്ലെ, വീണ്ടും മാറ്റിവെക്കും. അതിപ്പോ ഡോക്ടറുടെ ഇത് മാത്രമല്ല, ചിലപ്പോൾ പേഷ്യന്റിന് ഇപ്പൊ ചില പേഷ്യൻസിന് സർജറി ചെയ്യണമെങ്കിൽ അവരുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മാത്രമേ സർജറിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വിചാരിച്ച സർജറി ചെയ്യാൻ വിചാരിച്ച ദിവസം ചിലപ്പോൾ അവരുടെ കണ്ടീഷൻ മോശമാവാണ്, ഒരു സർജറി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു സർജറി റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും, വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട്. അപ്പൊ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അടുത്തതാണ് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. എന്താണ് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്? എന്താണ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ? ടേൺ അറൌണ്ട് ടൈം ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് കേട്ടാ. ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ടേൺ അറൌണ്ട് ടൈം കേട്ടോ. അപ്പൊ ഇവിടെ എന്തിന്റെ ടേൺ അറൌണ്ട് ടൈമാ പറയുന്നത്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ബ്ലഡും ബ്ലഡ് കമ്പോണൻസ്, അതെന്നെ ജസ്റ്റ് കംപ്ലീറ്റിംഗ് ദ പ്രോസസ്സ്, തുടങ്ങി അവസാനിക്കുന്നത് വരെ എടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പൊ നോക്കൂ, പ്രധാനമായിട്ടും ബ്ലഡ് എവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലം ഏതാ? ബ്ലഡ് ബാങ്ക് ആണ് അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ സർവീസസ്, ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങളൊക്കെ എന്താണ് പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് കമ്പോണൻസിനുള്ള റിക്വസ്റ്റ് അവർ റിസീവ് ചെയ്യുന്നു. അത് റിസീവ് ചെയ്ത് അതിനനുസരിച്ച് ഏത് കമ്പോണന്റ് ആണെന്ന് അവർ സെലക്ട് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും ടെസ്റ്റിങ്ങും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഫൈനൽ ആണ് അവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇത് രോഗികൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് ബ്ലഡ് ബാങ്ക് പഠിച്ചതാണല്ലോ. അപ്പൊ അത്തരത്തിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം, പ്രത്യേകിച്ച് ബ്ലഡ് ബാങ്ക് സേവനങ്ങളും ട്രാൻസ്ഫ്യൂഷൻ സേവനങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതിന് എടുക്കുന്ന സമയം എത്രത്തോളം ഉണ്ട്, അതിന്റെ ടൈം, ആ ഒരു സമയം ഓക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. എത്രയും നല്ല പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? അത്രയും നല്ല സർവീസ് ആണെന്നാണ് അല്ലെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് സമയം എടുക്കുന്നുണ്ടെങ്കിലോ മോശം അല്ലെ, കുറച്ചും കൂടെ മോശം സർവീസ് ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അടുത്തതാണ് എന്ത്? നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. ICUയിലും വാർഡ്സിലുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ, നഴ്സ് ടു പേഷ്യന്റ് അനുപാതമാണ് കേട്ടോ. ICUവിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2 എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 1 nurse is serving for 1 patient or 1 nurse is serving for 2 patients അല്ലെ. അങ്ങനെയാണ് ICUല് ഒന്നെങ്കിൽ ഒരു പേഷ്യന്റിനെ നോക്കാൻ ഒരു നഴ്സ്, ഈ 2 പേഷ്യൻസിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്. അതാണ് ICUലൊരു റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ വാർഡിൽ തന്നെ ജനറൽ വാർഡുണ്ട്, അല്ലാത്ത വാർഡുണ്ട്. ജനറൽ വാർഡിനകത്ത് സാധാരണ 1:6 ഒക്കെയാണ് കേട്ടോ വരാറ്, 1:6 ഒക്കെയാണ്. അതായത് 6 പേഷ്യൻസിന് നോക്കാനായിട്ട് ഒരു നഴ്സ്, അങ്ങനെയുള്ളൊരു റേഷ്യോ ആണ്. അപ്പൊ അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. ICUയിലും വാർഡ്സിലുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കേട്ടോ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അറിയാലോ, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഒരു ഔട്ട് പേഷ്യന്റിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന വെയിറ്റിംഗ് ടൈം എത്രത്തോളം ഉണ്ട് കേട്ടോ. ആ ഒരു വെയിറ്റിംഗ് ടൈം ഇമ്പോർട്ടന്റ് ആണ്. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ചിലപ്പോൾ നമ്മള് ഡോക്ടറെ കാണാനൊക്കെ ഒരുപാട് സമയം ഒരു വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആദ്യം ഡോക്ടർ ഇരിക്കും, പിന്നെ റൗണ്ട്സിന് പോകും, അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യാം അല്ലെ. അപ്പൊ അത്തരത്തിൽ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈം അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെയുള്ളതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ടൈം ടേക്കൺ. അതെ, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ലാബ് ടെസ്റ്റുകള് അല്ലെങ്കിൽ മറ്റ് സ്കാനിങ്, റേഡിയോളജി സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്റേയോ അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ എടുക്കുന്നതിന് എന്താ പറയാ എടുക്കുന്ന ടൈമാണ് കേട്ടോ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അടുത്തത് എന്താണ്? സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ, അതായത് അടിയന്തരമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടല്ലോ, എമർജൻസി മെഡിസിൻസിന്റെ ഒക്കെ സ്റ്റോക്ക് ഔട്ട് റേറ്റ്, അതായത് ലഭ്യമല്ലാതിരിക്കുന്ന എന്താ പറയുക എമർജൻസി
മെഡിസിൻസിന്റെ ഒക്കെ നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴും വരുന്ന പരാതികളാണ് അല്ലെ, എമർജൻസി മരുന്നുകളൊന്നുമില്ല, എമർജൻസി മരുന്നുകളൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് കേട്ടോ. അടിയന്തരമായിട്ട് ആവശ്യമുള്ള മരുന്നുകളാണ്, പക്ഷെ അത് സ്റ്റോക്ക് ഇല്ല, ലഭ്യമല്ല, അങ്ങനെയുള്ള മരുന്നുകളുടെ അത്തരം സ്റ്റോക്ക് ഔട്ട് റേറ്റ് ആണ് അവിടെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പിന്നെ വരുന്നതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ് അതായത് രോഗികളുടെ വീഴുന്ന രോഗികളുടെ നിരക്കാണ്. വീഴുന്ന രോഗികളുടെ നിരക്ക് കേട്ടോ. വീഴുന്ന രോഗികൾ എന്ന് പറയുമ്പോൾ ചിലർ ഫ്രാക്ചർ ആയിട്ട് വീഴാം ഹോസ്പിറ്റൽ സെറ്റിങ്ങിനകത്ത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ചിലപ്പോൾ ഫിസിക്കൽ ഫെസിലിറ്റീസിലുള്ള കുറവുകൊണ്ടായിരിക്കും. സ്ലിപ്പറി ഫ്ലോർ ഒക്കെ ആണെങ്കിൽ തെന്നി വീഴുന്നതൊക്കെയാണ്, ചിലർ തെന്നി അടിച്ച് വീണ് അവിടെ എന്തെങ്കിലും വീഴാം. അപ്പൊ ഈ വീഴ്ച എന്ന് പറയുന്നത് അത് വേറെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ വീഴുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല വീഴുന്നതെങ്കിൽ ചിലപ്പോൾ തല പൊട്ടാം, തല അല്ലെ മുറിയാം, അല്ലെങ്കിൽ ഫ്രാക്ചർ വല്ലതും സംഭവിക്കാം. അപ്പൊ എന്താണ്, നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, അടുത്തൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരവസ്ഥ വരും. അപ്പൊ അങ്ങനെ വീഴുന്ന രോഗികളുടെ എണ്ണമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എന്തിനാ അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ വേണം? വീഴുന്ന രോഗികൾ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും ഫിസിക്കൽ ഫെസിലിറ്റീസിലുള്ള കുറവ് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ രോഗികൾ വീഴുന്നത്. വീഴ എന്ന് പറയുന്നത് തെന്നി വീഴുന്ന കേസുകളുണ്ട്. ചിലവര് മെന്റൽ ട്രോമ അല്ലെ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ആഘാതം വന്നിട്ട് വീണു പോകുന്ന ആൾക്കാരുണ്ട്, അബോധാവസ്ഥയിലാകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ വരുന്ന പാകപ്പിഴകൾ മൂലം അബോധാവസ്ഥയിലാവുന്ന രോഗികളുണ്ട്, വീണു പോകുന്ന രോഗികളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികളുടെ നിരക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ അളക്കും, ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി, ആ പേഷ്യൻസിന് കൊടുക്കുന്ന സേഫ്റ്റി ഒക്കെ അതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യന്റിന്റെ ഫോൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അത്ര നല്ല ക്വാളിറ്റി സേവനമായിരിക്കില്ല അല്ലെ. കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലതായിരിക്കും, കുറെ കൂടി പേഷ്യന്റ് സേഫ്റ്റി ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അതായത് ഈ നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന പരിക്കുകൾ അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ശതമാനം. ഈ നീഡിൽ സ്റ്റിക്ക് മൂലം ഉണ്ടാകുന്ന പരിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉദ്ദേശിക്കുന്നത് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ മുറിവാണ്. മുറിവ് മാത്രമല്ലാട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് രോഗങ്ങളാവാം, HIV പോലെയുള്ള രോഗങ്ങളാവാം. അതായത് സുരക്ഷിതമല്ലാത്ത സർജറികളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മുറിവ് എന്നുള്ള മാത്രം രീതിയിൽ എടുക്കരുത്, രോഗാവസ്ഥകളുമാവാം. ഇപ്പൊ കാനുലയൊക്കെ ഇല്ലേ, നമ്മുടെ ഈ കയ്യില് ഘടിപ്പിക്കുന്ന കാനുല, ഈ കാനുലയിൽ നമ്മൾ സിറിഞ്ച് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഊരാന്ന് വിചാരിക്കും. അപ്പൊ അതിന് ബ്ലഡ് വരും പുറത്തേക്ക്. ഈ ബ്ലഡ് ഇങ്ങനെ എന്താ പറയാ, നഴ്സുമാരുടെ കണ്ണിലേക്കൊക്കെ തെറിച്ചിട്ട് അങ്ങനെ HIV വന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ തേക്ക് തെറിക്കുക, അവരുടെ കണ്ണുകളിലേക്ക് തെറിക്കുക, പിന്നെ ആ സ്രവത്തിലൂടെ അങ്ങ് കലരുക, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ AIDS വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഉണ്ട്. അതാണ് പറയുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ മുറിവ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ എടുക്കരുത്, രോഗാവസ്ഥകളാവാം കേട്ടോ. സുരക്ഷിതമല്ലാത്ത സൂചികളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഹെപ്പറ്റൈറ്റിസ് B, C, HIV അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇതിനകത്ത് പെടും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ശതമാനം, നിരക്ക്, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ദ ഷിഫ്റ്റ് ചേഞ്ച്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. നമുക്കറിയാലോ, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, അനുയോജ്യമായിട്ട് രോഗികളുടെ വിവരങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അത് ഡോക്ടേഴ്സിന്റെ കേസിലും ബാധകമാണ്, നഴ്സിന്റെ കേസിലും ബാധകമാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ നഴ്സുമാർ ചിലപ്പോൾ ഡേ ടൈം ഡ്യൂട്ടി ഉള്ള നഴ്സുമാരുണ്ടായിരിക്കും, അത് കഴിഞ്ഞ് നൈറ്റ് ടൈം കയറുന്ന നഴ്സുമാരുണ്ടായിരിക്കും. ഡേ ടൈമിലുള്ള നഴ്സുമാർ എന്ത് ചെയ്യും, അവരുടെ ഷിഫ്റ്റ് തീരുമ്പോൾ, അവരുടെ ഡ്യൂട്ടി തീരുമ്പോൾ നമ്മുടെ രോഗിയുടെ, അവർ നോക്കുന്ന രോഗികളുടെ കംപ്ലീറ്റ് വിവരങ്ങൾ അടുത്ത നഴ്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ. അവർക്ക് കൊടുക്കുന്ന മരുന്ന് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് കൃത്യമായിട്ട് അത് സ്യൂട്ടബിൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വിവരങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അതിന്റെയൊക്കെ ശതമാനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ നിരക്ക് അവിടെ പരിശോധിക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഡോക്ടറിനും നഴ്സിനും ബാധകം വന്നിട്ട് നമ്മൾ കൂടുതൽ നഴ്സുമാരുടെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഏറ്റവും ഫൈനൽ പോയിന്റ് ഇതാണ്, കംപ്ലൈന്റ്സ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. നോക്കൂ, ആ ഏത് കംപ്ലൈന്റ്സ് ആണ്, പാലിക്കുക എന്നുള്ള കംപ്ലൈന്റ്സ് ആണ് കേട്ടോ. മറ്റേ കംപ്ലൈന്റ് അല്ല, അത് പരാതിയാണ്. കംപ്ലൈന്റ്സ് കേട്ടോ. കംപ്ലൈന്റ്സ്, അഡ്ഹിയറൻസ് എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ, പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈന്റ്സ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്, അതായത് ഈ ഡോക്ടർ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന
രോഗികളുടെ കൃത്യമായിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ പാലിക്കുന്ന എന്താണ് രോഗികളുടെ ആ ഒരു നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ചിലവര് സ്വയം മരുന്ന് സ്വയം മരുന്ന് തീരുമാനിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലവര് ഡോക്ടറെ കാണുന്നു, ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പ്രകാരം കൃത്യമായിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ ഫോളോ ചെയ്ത് മെഡിസിൻസ് എടുക്കുന്ന രോഗികളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ആരുടെയാണ്? ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന, പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുന്ന രോഗികളുടെ ആ ഒരു എന്താ പറയുക ശതമാനം. ഇതാണ് ഇത്രയും കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര എണ്ണം പറഞ്ഞു? 32 പറഞ്ഞു കേട്ടോ. മനസ്സിലായ നിങ്ങൾക്ക് ഈ 32? ഇത് തന്നെ എന്തുകൊണ്ട് വയ്യാണ്ടായി. ഇത് തന്നെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് വരും കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് വരും. കഴിയും. അതാണ് അത്രയേ ഉള്ളൂ കേട്ടോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇതിൽ ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. കാരണം ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ഭാഗങ്ങൾ ഇതോടുകൂടി കഴിയുകയാണ്. ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് ഇതേ പോയിന്റുകൾ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കമ്പോണന്റ്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ലാബിന്റെ അക്രഡിറ്റേഷന് വേണ്ട റിക്വയർമെന്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാനുവൽസ് നമ്മൾ പറഞ്ഞു, കമ്മിറ്റി പറഞ്ഞു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ വരുന്നതാണ് ഈ 32 കേട്ടോ. ഇനി നമുക്ക് നാലാമതൊരു കമ്പോണന്റ് ഉണ്ട്. അതായത് NABH അക്രഡിറ്റേഷന് വേണ്ട റിക്വയർമെന്റ്സ് ടോട്ടൽ 10 ആണ് കേട്ടോ. ടോട്ടൽ 10 ഉണ്ട്. മാനുവൽസ് പഠിച്ചു, കമ്മിറ്റി പഠിച്ചു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിച്ചു. ഇനി നാലാമത്തെ പോയിന്റ്, അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. 4th പോയിന്റ് ഇതാണ്, സൈനേജ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബൈലിംഗ്വൽ ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് രോഗികളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഏതെങ്കിലും 2 ഭാഷയിലെങ്കിലും പ്രദർശിപ്പിച്ചിരിക്കണം കേട്ടോ. അതിപ്പോ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഇത് ഡയറക്ഷൻസ് കൊടുക്കുകയാണെങ്കിലും ഇവിടെ പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങളും അവരുടെ അവകാശങ്ങളും ആണ് കേട്ടോ പറയുന്നത്. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങള് കുറഞ്ഞത് 2 ഭാഷ, ബൈലിംഗ്വൽ 2 ഭാഷയിൽ എന്ത് ചെയ്തിരിക്കണം? പ്രദർശിപ്പിച്ചിരിക്കണം ഹോസ്പിറ്റലിനകത്ത്. അതൊരു റിക്വയർമെന്റ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും അല്ലെ. ഇനിയിപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു ഹിന്ദിയും കൂടെ എഴുതി വെക്കേണ്ടി വരും. കാര്യം നിറച്ച് ബംഗാളികളാണല്ലോ നമ്മുടെ നാട്ടില്. ഓക്കെ, അപ്പൊ അങ്ങനെ. അതല്ലാതെ നമ്മൾ ഏതൊരു നല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും 2 ഭാഷയിൽ എഴുതും. ലാബ് എന്നുള്ളത് ലാബ് മലയാളത്തിലും എഴുതി വെക്കും. ഇപ്പൊ കാഷ്വാലിറ്റി ആണെങ്കിൽ കാഷ്വാലിറ്റി ബാർ അത്യാഹിത വിഭാഗം അങ്ങനെ എഴുതി വെക്കും അല്ലെ. ICU എന്താണ് തീവ്രപരിചരണ വിഭാഗം, അങ്ങനെ 2 ഭാഷയിൽ എഴുതും. ഇവിടെ പറയുന്നത് പേഷ്യന്റിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. രോഗിയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏതെങ്കിലും 2 ഭാഷകളിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അത് ഒരു റിക്വയർമെന്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. അറിയാലോ, ഏത് പുതിയ സ്റ്റാഫുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കയറണമെങ്കിൽ ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടായിരിക്കും, ഒരു ട്രെയിനിങ് പീരീഡ് ആർക്കും ഉണ്ടാവും. അപ്പൊ അവരുടെ ആ ട്രെയിനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ആ ട്രെയിനിങ് റെക്കോർഡ്സ്. ഓക്കെ, എന്താണ് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്? പിന്നെ എന്താണ് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. സ്റ്റാഫുകളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കൂ. കാര്യം ഈ ജീവനക്കാരാണ് പേഷ്യൻസിനെ സെർവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവര് കൃത്യമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കില്ലാണെങ്കിൽ ഇവർക്ക് പല അസുഖങ്ങൾ വരും. ആ അസുഖങ്ങൾ ഇവരിലൂടെ പേഷ്യൻസിലേക്ക് എത്തും അല്ലെ. നമുക്ക് പേഷ്യന്റ് സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്, അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ. നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ച് അതിനകത്ത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കുറെ ലോകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലും പ്രവർത്തിക്കേണ്ടത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലോകൾക്ക് നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. അപ്പൊ ഈ പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ ആ ഒരു ഹോസ്പിറ്റൽ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. അതായത് നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ, അല്ലെങ്കിൽ നിയമപരമായിട്ടാണോ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ചില നിയമങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ആ പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ്, അതൊരു നിയമാംശമാണ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസില്. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്, അതുപോലെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ പറയുന്നത് ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months കേട്ടോ. എന്താണ് ഒന്നുകൂടി പറയുന്നത്? ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള ആവശ്യകതകളാണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കിട്ടണമെങ്കിൽ
ആ ഒരു ഹോസ്പിറ്റല് നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ നിയമങ്ങൾക്ക് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്, അല്ലെ? സ്റ്റേറ്റ് നിയമങ്ങളുണ്ട്, സെൻട്രൽ നിയമങ്ങളുണ്ട് അല്ലെ ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമ്മൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചതാണ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ ആണോ? സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് കേട്ടോ, നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ. പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. അതായത് ഹോസ്പിറ്റലിലെ ഓഡിറ്റ് ഉണ്ടല്ലോ, ഇന്റേണൽ ഓഡിറ്റ്, അത് എന്താണ് 6 മാസത്തിൽ ഒരിക്കലും നടത്തിയിരിക്കണം, നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളിലും ഒരു 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാറുണ്ട്? ഓഡിറ്റിംഗ് ഒക്കെ നടത്താറുണ്ട് അല്ലെ? അതുപോലെ ഹോസ്പിറ്റലിലെ വൈഡ് ഇന്റേണൽ ഓഡിറ്റ്, ഏറ്റവും വലിയൊരു ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ നടത്തണം 6 മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം. ഓക്കെ. പിന്നെന്താണ്? 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ കേട്ടോ. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. എന്താണ്? ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും എവിടെ നടത്തിയിരിക്കണം? ഹോസ്പിറ്റലിനകത്ത് നടത്തിയിരിക്കണം. ഓക്കെ. വർഷത്തില് ഒരു വർഷത്തില് 2 എണ്ണം കേട്ടോ. 2 എന്താ പറയാ ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ, ഇതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ, ഇതിന് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതികൾ എവിടെ നടത്തിയിരിക്കണം? ഹോസ്പിറ്റലിനകത്ത് നടത്തിയിരിക്കണം. ഓക്കെ. അത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ അത് എന്തിനെ സംബന്ധിച്ചുള്ളത് അത് ഹോസ്പിറ്റലിൽ തീരുമാനിക്കാം എന്തിനെ സംബന്ധിച്ച് പ്രോജക്റ്റ് ചെയ്യണം. എന്തായാലും ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളായിരിക്കണം 2 എണ്ണം കേട്ടോ. 2 എണ്ണം ഒരു വർഷത്തിൽ നടത്തിയിരിക്കണം. പിന്നെ എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ട്, 10ാമത്തെ പോയിന്റ് ആണ്. ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. ഓക്കെ. എന്താണ് പറയുന്നത്? ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്. നിയർ മിസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിയർ മിസ് നമ്മൾ പഠിച്ചു, നേരത്തെ പറഞ്ഞില്ലേ, വൈദ്യപരിചരണം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളോ തെറ്റുകളൊക്കെ ആവാം. ഭാഗ്യവശാല് രോഗിക്ക് യാതൊരുവിധ ദോഷമൊന്നും വരാത്ത കേസുകൾ, അതാണ് നിയർ മിസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള മോശമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കേട്ടോ. ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തെങ്കിലും മോശമായിട്ടുള്ള സംഭവങ്ങൾ, രോഗീനെ ഹാംഫുൾ ആക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഹാംഫുൾ ആവുന്ന രീതിയിലോ നടന്നിട്ടുള്ള എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് സെന്റിനൽ ഇവന്റ്. അഡ്വേഴ്സ് ഇവന്റ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ്. പ്രതികൂലമായിട്ട് നടന്നിട്ടില്ല, മോശമായിട്ട് നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ. ഇവിടെ എന്താ പറയുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ചില മോശം സംഭവങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ. ഓക്കെ. അത് തിരിച്ചറിയാം. എന്തൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം, അത് റിപ്പോർട്ട് ചെയ്യാം, റിവ്യൂ ചെയ്യാം, അവലോകനം നടത്താം. ആൻഡ് പിന്നെ എന്താണ്? ആക്ഷൻസ് ഓൺ ഇൻസിഡൻസ്. അത് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രതിരോധ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടും മാനേജ്മെന്റും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. അങ്ങനത്തെ റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്ത് അതിന് അവലോകനം ചെയ്ത് അതിന് എന്തൊക്കെ പ്രതിരോധ നടപടികൾ എടുത്തിട്ടുണ്ട് ആ ഒരു ഹോസ്പിറ്റല്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ടിങ്ങും മാനേജ്മെന്റും അതിന്റെ റിപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. അതും എന്താണ്? ഒരു അത്യാവശ്യം വേണ്ട ഒരു അക്രഡിറ്റേഷന് വേണ്ട ഒരു റിക്വയർമെന്റ് ആണ് കേട്ടോ. കാര്യം ഹോസ്പിറ്റലിന് എന്തെങ്കിലും സംഭവം ഉണ്ട്, നമ്മൾ ഓരോന്നും പഠിച്ചപ്പോൾ ലാബിൽ നടക്കുമ്പോൾ ലാബിന് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റേഡിയോളജിയിൽ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് നിയർ മിസ് ആവാം, സെന്റിനൽ ഇവന്റ് ആവാം, ഓർ അഡ്വേഴ്സ് ഇവന്റ്സ് ആവാം കേട്ടോ. പ്രതികൂല സംഭവം ആവാം. ഓക്കെ ആണോ? അപ്പൊ ഇതെന്തായാലും നിങ്ങൾ നല്ലപോലെ വായിക്കട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ ആണോ? എന്നാ പോയിക്കോട്ടെ. ശരി, വായിക്കണം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേ. ഇതാണ് 10ാമത്തെ പോയിന്റ് ആണോ? 10ാമത്തെ പോയിന്റ് വേറൊന്നുമല്ല. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും മോശം സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂ ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. അതായത് മോശം സംഭവങ്ങൾ, തെറ്റായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അവിടുത്തെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും മോശം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിനെടുത്ത നടപടികൾ എന്തൊക്കെ നടപടികളാണ് അത് പരിഹരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ളതൊക്കെ റിപ്പോർട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ശരി എന്നാ, ഓക്കെ, താങ്ക് യു.